മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. MES തിരൂർ യൂണിറ്റ് പെരുന്നാൾ കിറ്റ് വിതരണം. തിരൂർ MES തിരൂർ യൂണിറ്റിന്റെ പെരുന്നാൾ കിറ്റ് വിതരണ ഉദ്ഘാടനം തിരൂർ MES സെൻട്രൽ സ്കൂളിൽ വെച്ച് തിരൂർ നഗരസഭ അധ്യക്ഷ AP നസീമ നിർവഹിച്ചു. നിർധനരായ ഗുണഭോക്താക്കൾക്ക് അവരുടെ വീടുകളിൽ നേരിട്ട് എത്തിച്ചുകൊണ്ടാണ് തിരൂർ MES യൂണിറ്റ് ഈ കൊല്ലത്തെ കിറ്റ് വിതരണത്തിന് മാതൃകയാകുന്നത്. ഈ രീതിയെ തിരൂർ ചെയർപേഴ്സൺ പ്രശംസിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി ഹാജി കൈനിക്കര മുഖ്യപ്രഭാഷണം നടത്തി. പ്രമുഖ യുവ ജീവകാരുണ്യ പ്രവർത്തകൻ ഫൈസൽ ബാബു എരണിക്കൽ മുഖ്യാതിഥിയായിരുന്നു. സെക്രട്ടറി KK റസാഖ് ഹാജി, സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത്, കൗൺസിലർ റംല മുസ്തഫ, സലാം P ലില്ലീസ്, K അബ്ദുൽ ജലീൽ, PA റഷീദ്, PP അബ്ദുറഹ്മാൻ, മമ്മി C, നജ്മുദ്ദീൻ കല്ലങ്ങൽ, ഡോക്ടർ ഫാസിൽ, മുഹമ്മദ് നിഷാദ്, ഡോക്ടർ സജിദ, നിഷ സിറാജ്, അബ്ദുള്ള സാഗർ, ഡോക്ടർ ജുനൈദ് എന്നിവർ സംസാരിച്ചു. ജനുവരി മാസത്തില് നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസത്തിൽ നമ്മളെ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും പാവങ്ങളെ ശുശ്രൂഷിക്കുന്ന സ്നേഹം വീടിന് വേണ്ടിയിട്ട് നമ്മൾ തിരൂർ യൂണിറ്റ് അവർക്കുള്ള ഒരു വർഷത്തേക്കുള്ള ക്ലീനിങ് സാമഗ്രികൾ, അത് വാഷിംഗ് പൗഡർ, സോപ്പ്, പേസ്റ്റ്, ബ്രഷും അങ്ങനെ മുതലായ ഡെറ്റോള്, സർഫ് അങ്ങനെ മുതലായ സാധനങ്ങൾ നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മൾ വിതരണം ചെയ്യുകയുണ്ടായി. അതിനുശേഷമാണ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ചിൽ നമ്മൾ നോമ്പ് വന്നു. അപ്പോൾ നമ്മൾ പുതിയ കമ്മിറ്റി ഏറ്റെടുത്ത അന്ന് മുതൽ നമ്മൾ ചെറിയൊരു മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു, ഓരോ മാസവും നമ്മൾ ഓരോരോ പ്രോജക്റ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ തിരൂർ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് യൂത്ത് വിങ്ങിനെ സംബന്ധിച്ചിടത്തോളമൊക്കെ അതൊരു പ്രോത്സാഹനമായിരുന്നു. അപ്പോൾ 2 മാസം നമ്മൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചെങ്കിലും ഈ റമദാൻ മാസത്തിൽ നമ്മൾ നമ്മളുടെ നിർധനരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഈ പ്രാവശ്യം വളരെ അധികം വിഷമിക്കുന്ന ഒരുപാട് സഹോദരികൾ ഇവിടെ നമ്മളെ ചുറ്റുവട്ടത്ത് ഉണ്ട്. അപ്പം ഞങ്ങളിത് ഓർഡർ ചെയ്യാൻ പോയപ്പോഴും തന്നെ പറഞ്ഞത് എന്താണെന്നറിയോ, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കിറ്റൊക്കെ കൊടുത്തിരുന്നു. ഈ പ്രാവശ്യം വളരെ കുറഞ്ഞ രീതിയിലുള്ള ആളുകളെ വരുന്നുള്ളൂ കിറ്റ് കൊടുക്കാൻ. അപ്പോൾ എന്തോ ഒരു മാധ്യം ഈ നമ്മളെ മണി ഫ്ലക്ച്വേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൻ്റെ അടുത്ത് നമ്മൾ തീരെ എന്താ പറയുക, മനസ്സിൽ പോലും കരുതാത്ത ആളുകൾ നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ഈ പ്രാവശ്യം നമുക്ക് കിറ്റ് തരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോഴേ ഞങ്ങളൊന്ന് പരിഗണിക്കണം. എൻ്റെ വൈഫിനോട് പറഞ്ഞതാണ്, അവൾ ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം അങ്ങനെ റിക്വസ്റ്റ് ഇല്ല, നമ്മൾ ആളുകളെ നോക്കിയിട്ട്, സാധാരണ നമ്മൾ ചുറ്റുവട്ടത്തുള്ള ആളുകളൊക്കെ നോക്കിയിട്ട് അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല ഈ പ്രാവശ്യം എന്താണെന്നറിയില്ല, ആളുകൾ കൊടുക്കുന്ന ആളുകൾ ചുരുങ്ങുകയും ഉപഭോക്താക്കൾ കൂടുകയും ചെയ്യുന്ന ഒരു അവസരം ഈ സന്ദർഭത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും പരമജീവകാരുണ്യ മഹാനായ റബ്ബ് നമ്മൾ തിരൂർ യൂണിറ്റിന് ഇങ്ങനെ കുറച്ച് ആൾക്കെങ്കിലും, ഒരു 250 ആൾക്കെങ്കിലും ഇത്രയും സാധനങ്ങൾ നമ്മളൊരു വീടുകളിൽ എത്തിക്കാൻ പ്രയത്നിച്ച എല്ലാ നമ്മളെ സുഹൃത്തുക്കളോടും നമ്മൾ ആദ്യമായിട്ട് നന്ദി അവരോടുള്ള. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് നമ്മൾ മുസ്ലിം സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം. റംസാനിൻ്റെ അവസാനത്തെ 10-ൻ്റെ MES സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ഒരു 6 പതിറ്റാണ്ട് ആയി കേരളത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരു സംഘടന, പ്രത്യേകിച്ചും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വിദ്യാഭ്യാസപരമായി മുന്നോട്ട് നയിക്കുന്നതിൽ പ്രബലമായ ഒരു ശക്തിയായി ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന MESൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് നിൽക്കുന്നതാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. എത്രയോ അധികം ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയിട്ടുണ്ട് MES. എനിക്ക് തന്നെ കഴിഞ്ഞ 30-35 വർഷമായി എല്ലാ വർഷവും ഈ നോമ്പും പെരുന്നാളും സമയത്ത് ഇഷ്ടം പോലെ നമ്മൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ഭക്ഷണ കിറ്റുകളായിട്ടും വസ്ത്രങ്ങളായിട്ടും വീട് നിർമ്മാണ രംഗത്ത് വീട് നിർമ്മിക്കുന്നതായിട്ടും അതേപോലെ തന്നെ സ്വന്തമായി ആളുകളെ ദത്തെടുത്ത് അവരെ പഠിപ്പിച്ചു വളർത്തുന്ന നിലയിലും, കൂടാതെ ഒരു കാലം തീരദേശങ്ങളിലൊക്കെ ലോഡ് കണക്കിന് അരി കൊടുത്തുകൊണ്ടും വളരെയധികം കഴിഞ്ഞ 10-30 വർഷം ചരിത്രമെടുത്താൽ അതിൻ്റെ പാരമ്പര്യം അങ്ങനെയാണ്. അതിന് മഹത് വ്യക്തിത്വങ്ങളൊക്കെ പ്രവർത്തിച്ചു, പലതൊന്നും നമ്മോടൊപ്പമില്ല.
എന്നാൽ ഇപ്പോഴും ആ രീതി തുടർന്നു കൊണ്ട് തിരൂർ യൂണിറ്റ് ആയാലും അത് വളരെ നന്നായിട്ട് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന എനിക്ക് അഭിപ്രായം. എല്ലാ സഹകരണവും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മെമ്പർമാരൊക്കെ വളരെ നിർലോഭമായി സഹകരിച്ചിട്ടുണ്ട്. അവർ നന്ദി പറയുന്നതോടൊപ്പം അവർക്ക് അതിന് തക്കതായ പ്രതിഫലം സർവശക്തി നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. തീർത്തും പുണ്യകർമ്മമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് MESനോട് ഒരുപാട് കടപ്പാടുണ്ട്. ഇപ്പോൾ മാത്രമല്ല 4 വർഷങ്ങൾക്ക് മുമ്പേ കടന്നു വന്നപ്പോഴും ആദ്യമായി എന്നെ ചേർത്ത് നിർത്തിയ എല്ലാവിധ സപ്പോർട്ടും തന്നതാണ് MES. തീർത്തും ഈ പുണ്യമാസത്തിൽ ആടെ ശരിക്കും പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് കൊടുത്താൽ മറ്റൊരു കൈ അറിയരുതെന്നാണ് ഇസ്ലാം പറയുന്നത്. അപ്പോൾ അതുപോലെ ആർക്കാണ് അർഹതപ്പെട്ടതെന്ന് കാണിച്ചു കൊടുക്കുക പോലും ചെയ്യാതെ അർഹതപ്പെട്ടവൻ്റെ വീട്ടിലെത്തിക്കുന്ന വളരെ പുണ്യമായിട്ടുള്ളൊരു കർമ്മമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട ഷാഫിയാജി, അൻവർക്കൊക്കെ അവിടെ ഉണ്ട്. തമാശയ്ക്ക് ഒരുപാട് പറയുമെങ്കിലും അവരൊക്കെ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പുറത്തുനിന്ന് നന്നായി നോക്കിക്കാണുകയും അതിൽ സന്തോഷം കൊള്ളുകയും തിരൂർക്കാരിയായതിൽ ഞാൻ എൻ്റെ സ്ഥലം ഇവിടെ അല്ല, ഞാൻ ഇവിടേക്ക് കല്യാണം കഴിച്ചിട്ട് വന്നതാണെങ്കിലും ഇപ്പോൾ തിരൂരിലുള്ള ഒട്ടനവധി നന്മ നിറഞ്ഞ മനസ്സുള്ള ആളുകൾ അവർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അസൂയയോട് വളരെ സാധാരണക്കാരിയാണ് ഞാൻ എനിക്ക് എൻ്റെ കയ്യിൽ നിന്നെടുത്ത് കൊടുക്കാനൊന്നുമില്ല. പക്ഷേ നിങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഇതൊക്കെ ചെയ്യാൻ ഇതിലേക്ക് കൂട്ടു നിൽക്കാൻ കഴിയുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു മനസ്സിൻ്റെ സംതൃപ്തിയുണ്ട്. തീർച്ചയായും അത് നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെയുള്ള ആളുകൾ പ്രത്യേകിച്ച് തിരൂർക്കാർ, ഇപ്പോൾ ഷാഫിയാജി ആവട്ടെ, അൻവർക്കെ ആവട്ടെ, അല്ലെങ്കിൽ ആ PP അബ്ദുറഹ്മാൻക്ക്, അതേപോലെ ഇവിടെ ഇതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഓരോ ആളുകളോടും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ കയ്യിൽ കാശില്ല, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഉള്ളവൻ്റെ അടുത്തുനിന്ന് വിളിച്ചു പറഞ്ഞ് സഹായിപ്പിച്ചില്ലാത്തവനെ സഹായിക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പലപ്പോഴും ആഗ്രഹിക്കും, സർവശക്തന് അധികാരം തന്നു, ഇത് ഈ ഒരു 4 വർഷം കൊണ്ട് പരമാവധി അതിൻ്റെ ഒരുപക്ഷെ ഏറ്റവും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും ജൂനിയറായ ചെയർമാനായിരുന്നു ഞാൻ, ചെയർപേഴ്സൺ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ആശങ്കയിലായിരുന്നു ഇങ്ങോട്ട് കടന്നു വന്നത്. പക്ഷേ അതൊക്കെ മാറ്റിയിട്ട് തിരൂരിലുള്ള ആൾക്കാർ വളരെ നന്മ നിറഞ്ഞ മനസ്സുള്ള, ഒരിക്കൽ പോലും ഒരാളോട് പോലും മുഖം കറുത്ത് സംസാരിക്കാനുള്ള ഒരു അവസരം തരാതെ ചേർത്ത് നിർത്തിയിട്ടുണ്ട്. MES സെൻട്രൽ സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലുള്ള ഒട്ടനവധി ഇതിൻ്റെ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ഇവർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും എന്നെ ക്ഷണിക്കുകയും 1-2 സ്കൂൾ ആനുവൽ ഡേ പ്രോഗ്രാമിന് പങ്കെടുത്തിട്ടില്ല എന്നതൊഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമുകളിലും ഞാൻ MESനോട് ചേർന്ന് നിന്നിട്ടുണ്ട്. MESന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ MESന് അങ്ങോട്ടും MES തിരിച്ച് എനിക്കും ചെയ്തു തന്നിട്ടുണ്ട്. ഭരണസമിതി എന്ന നിലയിൽ മുനിസിപ്പാലിറ്റിക്ക് വേണ്ടിയും ചെയ്തു തന്നിട്ടുണ്ട്. അതിലുള്ള വലിയ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്നു, ഒരുപാട് ലാഭം നേടുന്നു. ആ ലാഭത്തിൽ നിന്നൊരു വിഹിതം പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കുകയും അവർക്ക് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരാൾക്ക് മാത്രമല്ല, ഒരു കൂട്ടം മനുഷ്യർ ഒന്നിച്ചു ചേർന്ന് ഒരുപോലെ തീരുമാനിച്ച് കൊടുക്കുന്നു എന്നത് തീർത്തും അഭിനന്ദനാർഹമായ കാര്യമാണ്. മറ്റ് കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ നോക്കാതെ അല്ലെങ്കിൽ ജാതിമത ഭേദമന്യേ എല്ലാത്തിലും എല്ലാ വിഷയത്തിലും തിരൂരിലെ നല്ല കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ ചെയർപേഴ്സൺ നിറഞ്ഞു നിൽക്കുകയാണ്, യാതൊരു സംശയവുമില്ല. വളരെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ ചിലപ്പോൾ അവർ തന്നെ പറഞ്ഞു ചില സമയത്ത് വരാൻ കഴിഞ്ഞില്ല, ചിലപ്പോൾ വന്നാൽ നേരത്തെ പോകണം. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ നമ്മുടെ അംഗീകരിക്കുന്നതിൻ്റെ ഫലം. കാരണം എല്ലാ പരിപാടികളും എല്ലാവർക്കും ഈ നമ്മുടെ മേഡത്തിന് പരിപാടികൾക്ക് ആവശ്യമുണ്ടാവും. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര കൂടുതൽ പ്രോഗ്രാമുകളും കാര്യങ്ങളും. അതാ നല്ല മനസ്സാണ്, അതാണ് എനിക്കതിൽ പറയാനുള്ളത്. വളരെ ഏറ്റവും നല്ല നന്മ നിറഞ്ഞ പാവപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ തിരൂർ യൂണിറ്റ് ഇന്നിവിടെ ചെയ്യുന്ന ഈ പ്രവർത്തനം അതൊരു ചെറിയ കാര്യമല്ല, വളരെ ഒരു വലിയ നേട്ടമായിട്ട് കരുതാം. MESനെ സംബന്ധിച്ച് ഇത് സംസ്ഥാനത്തുള്ള എല്ലാ താലൂക്ക് ജില്ലാ യൂണിറ്റുകളിലൊക്കെ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ കിറ്റായിട്ടും മറ്റു തലങ്ങളിലായിട്ടൊക്കെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. MESൻ്റെ പ്രവർത്തകരെയും യൂത്ത് വിങ്ങിൻ്റെ പ്രവർത്തകരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. വർഷങ്ങളായി MESൻ്റെ തിരൂർ യൂണിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടർന്നും അതിവിപുലമായ രീതിയിൽ പുതിയ കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വളരെയേറെ ആഹ്ലാദമുണ്ട്. തീർച്ചയായിട്ടും ഇനിയും ഇത്തരത്തിലുള്ള മഹത്തായ പുണ്യകർമ്മങ്ങൾ ചെയ്യുവാൻ ഈ കമ്മിറ്റിക്കും യൂത്തിനുമൊക്കെ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് MESനെ സംബന്ധിച്ചിടത്തോളം, തിരൂർ യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ സന്നിധരായിട്ടുള്ളത്. നമുക്കറിയാം, പുണ്യങ്ങളുടെ പൂക്കാലം എന്നറിയപ്പെടുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട റംസാൻ മാസത്തിൽ ഏറ്റവും പ്രതിഫലം ലഭിക്കുന്ന അവസാന 10 ഇപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് ധാരാളം നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ നമുക്കെല്ലാവർക്കും പടച്ചവൻ അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കൊടുങ്കാറ്റ് പോലെ നിങ്ങളുടെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ അടിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് നമുക്കറിയാം. അതുപോലെ ആയിരിക്കട്ടെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. MBS എന്ന് പറയുന്ന ഒരു ഏജൻസി വിദ്യാഭ്യാസം ഒരു സമൂഹത്തെ വിദ്യാഭ്യാസ പുരോഗതിയിലേക്ക് എത്തിക്കാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടന്ന് ഏറെക്കുറെ ആ ലക്ഷ്യം പൂർത്തീകരിച്ചതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഇപ്പോൾ നമ്മൾ ഊന്നൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് വർഷങ്ങളോളമായി പാവപ്പെട്ട നിർധനരായ ആളുകൾക്ക് നമ്മൾ ഈ റംസാൻ കിറ്റുകളും ഈദ് കിറ്റുകളും വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാതെ അവരുടെ വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ കാര്യം. അതിന് മുൻകൈ എടുത്ത തിരൂർ MES യൂണിറ്റിൻ്റെ മുഴുവൻ ഭാരവാഹികളെയും പ്രത്യേകിച്ച് യൂത്ത് വിംഗ് ഭാരവാഹികളെയും ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിച്ചു. തിരൂരിലുള്ള ഈ MESന്റെ നേതാക്കന്മാരൊക്കെ വളരെയധികം എനിക്ക് മാതൃകയാക്കേണ്ടത് കൂടിയാണ്. മധ്യായുസിൽ സാരമായത് ചില മുന്തിയ സന്ദർഭങ്ങൾ അല്ല മാത്രകൾ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് വൈലോപ്പിള്ളി തൻ്റെ ഊഞ്ഞാലിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള MESന്റെ ഒരു മുന്തിയ സന്ദർഭമായിട്ടാണ് ഞാനിതിനെ കാണുന്നതെന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ ഏറ്റവും നവോത്ഥാന നായകൻ എന്നറിയപ്പെട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ അനുകമ്പ എന്ന കൃതിയിൽ അരുളുള്ളവനാണ് ജീവി എന്നാണ് പറഞ്ഞിട്ടുള്ളതാണ്. അരുളുള്ളവൻ പക്ഷെ കരുണയുള്ളവനാണ് ജീവി എന്നുള്ളതാണ്. കാരുണ്യമാണ് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് മാത്രമാണ് നമ്മൾ വളരെയധികം ജീവിതം മനോഹരമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ വിലയിരുത്തപ്പെടുന്ന സമൂഹം അതിലെ പാവങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ സമൂഹത്തിൻ്റെ വിലയിരുത്തലിൻ്റെ മാനദണ്ഡം അതാണ്. അത്തരം മാനദണ്ഡം വെച്ച് അളന്നാൽ MES ഏറ്റവും മുന്നിലുള്ള ഒരു സംഘടനയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അന്ധകാരത്തെ തമസ്സോമ ജ്യോതിർഗമയ എന്നാണ്, അന്ധകാരത്തെ അകറ്റുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിലുള്ള ദൈനംദിനം ജീവിക്കാൻ തന്നെ മാർഗമില്ലാത്ത ആളുകൾക്ക് ഒരു നേരത്തെ വലിയ കാര്യമൊന്നുമില്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്നുള്ളത് വലിയ സംഗതിയാണ്. അത് MESന്റെ ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിൻ്റെ അജണ്ട തന്നെയാണ്, നിരന്തരമായ അജണ്ടയാണ് അദ്ദേഹത്തിൻ്റെ. പാവങ്ങളെ സഹായിക്കുന്നു. അതോടുകൂടി തന്നെ ഈ പ്രാവശ്യം യൂത്ത് വിങ്ങിൻ്റെ ഭാഗമായിക്കൊണ്ട് സംസ്ഥാന തലത്തിൽ തന്നെ 30 ലക്ഷം രൂപയുടെ വസ്ത്രവിതരണമാണ് ഈ കുട്ടികൾ അവരും ആഘോഷിക്കട്ടെ എന്ന പ്രോഗ്രാമിൻ്റെ ഭാഗമായിക്കൊണ്ട് ഫസൽ ഗഫൂർ തന്നെ നേരിട്ട് 30 ലക്ഷം കൈമാറിക്കൊണ്ട് ജനങ്ങൾക്ക് നൽകുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ MESന്റെ പ്രവർത്തനങ്ങൾ നടന്നു പോകുന്നുണ്ട്. ഈ യൂണിറ്റ് കമ്മിറ്റി വളരെ പ്രഗത്ഭരായിട്ടുള്ള യൂണിറ്റ് കമ്മിറ്റിയാണ്. KKR, അതോടൊപ്പം തന്നെ അബ്ദുൽ ഖാദർ കൈനിക്കര, അബ്ദുള്ളാക്ക, ഡോക്ടർ ഫാസിൽ, അതുപോലെ തന്നെ അധ്യക്ഷനുമായിരുന്ന അബ്ദുൽ ഖാദർ കൈനിക്കര അവർ, അതുപോലെ തന്നെ യൂണിറ്റ് സെക്രട്ടറി KK റസാഖാജി അവർ, അതുപോലെ തന്നെ എല്ലാവരെയും, ഞാൻ ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. മീഡിയ ന്യൂസ്, തിരൂർ.